ഹലോ, ജിൻജൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാരായണസ്വാമിയുടെ മുന്നിലിരിക്കുന്ന സുധയെയും വിക്രമിനെയും ആണല്ലോ. തുടർന്ന് നാരായണസ്വാമികൾ ഓരോന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിക്രം കാര്യമാക്കി എടുക്കുന്നില്ല. പിന്നീട് സ്വാമി പറയുന്നുണ്ട്, കന്യകാദോഷം എന്നൊരു ദോഷമുണ്ടെന്നും അതിനെക്കുറിച്ച് ഏറെ വിശദീകരിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാറിൽ തിരിച്ചു പോകുന്ന സുധയെയും വിക്രമിനെയുമാണ്. വിക്രമിന് സ്വാമിയെ ഒട്ടും വിശ്വാസമായില്ല എന്ന് പറയുന്നുണ്ട് വിക്രം. എന്നാൽ അതിനെ എതിർത്ത് സുധ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ തിണ്ണയിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്ന വിശ്വനെയാണ്. വിശ്വനെ കണ്ടതും വിക്രം ഇന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയാണ്. അപ്പോഴാണ് അവിടേക്ക് വേദ വരുന്നത്. വിക്രം പറയുന്നതെല്ലാം വേദ കമലയെയും വിളിച്ച് കേൾപ്പിക്കുകയാണ്. വേദയെയും കമലയെയും കണ്ടതും അവിടേക്ക് ശ്രീജയും നന്ദിനിയും എത്തുന്നുണ്ട്. അവർ എല്ലാവരും വിക്രം പറയുന്ന കാര്യങ്ങൾ കേട്ട് അന്തം വിട്ടു നിൽക്കുന്നുണ്ട്. കമല ഇത് കേട്ടതും വിക്രമിനോട് ദേഷ്യപ്പെടാണ്. അപ്പോഴാണ് അവിടേക്ക് സുധാകരൻ വരുന്നത്. എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട്. വിക്രം പറഞ്ഞ കാര്യങ്ങളെല്ലാം സുധാകരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട സുധാകരൻ വേദയെ കുറെ ഉപദേശിക്കുന്നുമുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.